അവന് വെച്ച കെണിയാ എന്റെ മരണം. അല്ല, കൊലപാതകം. അവനെ കൊണ്ട് ഞാൻ എന്നെ കൊല്ലിച്ചു. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. ഇവിടുന്ന് ഞാൻ യാത്ര പറഞ്ഞു പോയില്ലേ? അന്ന് വഴിയിൽ ഞാൻ നന്ദനെ കണ്ടു. മോനിങ്ങോട്ട് ഇറങ്ങ്. നിന്റെ അമ്മയും പെണ്ണും പിള്ളയൊക്കെ ഞാൻ തെണ്ടിക്കൂടാ. മാഡം, എന്തൊക്കെ ഋഷി കാണിച്ചു കൂട്ടിയേ? മൊത്തം കുഴപ്പമായല്ലോ. ഇതൊക്കെ ഞാനും പറഞ്ഞതാ CP, മനസ്സിലാവണ്ടേ? മോനെ ദാ. വേണ്ട അങ്കിളെ, ഈ വിഷയത്തിൽ ഇങ്ങോട്ട് ഉപദേശമൊന്നും വേണ്ട. ചന്ദ്രോത്ത് നശിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ഞാൻ മരിച്ച ഋഷിയ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുക, അല്ല താക്കീത് ചെയ്യുക. ഞാനിവിടെ ഉണ്ടെന്ന് ആരും അറിയരുത്. പുറത്തൊരാളുടെ ചെവിയിൽ ഇതെത്തുന്നുണ്ടെങ്കിൽ അത് അങ്കിളിലൂടെ ആയിരിക്കും. അങ്ങനെ സംഭവിച്ച അങ്കിളെ പിന്നെ ബന്ധു അടുപ്പൊന്നും ഞാൻ നോക്കില്ല. ഋഷി, അങ്കിളെ, ഒരു ജീവൻ മരണ പോരാട്ടത്തിലിപ്പം ഞാൻ. എന്നെ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിപ്പിക്കരുത്. ശരി മോനെ, മോൻ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. നീ ആരെയാ ഭീഷണിപ്പെടുത്തിയേ? CP ആരാന്ന് നിനക്കറിയോ? CP അങ്കിൾ ആരായാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പ്രധാനം എൻ്റെ പ്രതികാരമാ. നന്ദൻ, പ്രഭാവതി വെറുതെ വിടില്ല ഞാൻ. ശരികെ, താനെന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ നേരെ ഉത്തരവും പറയുന്നില്ല. ശാരിക, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയേ. പ്രശ്നമാണ്, ചെറുതല്ല, വലിയ പ്രശ്നം. എന്താ? ചേച്ചിയെ ബാധിക്കുന്നതാ. പക്ഷെ ചേച്ചിയല്ലേ, ചേച്ചിയുടെ വിഷമം എന്നെയും ബാധിക്കുമല്ലോ. കാര്യം എന്താന്ന് പറയ് ശാരിക. പ്രശ്നത്തിന്റെ ഒരു ഗൗരവം വെച്ചിട്ടാണെങ്കിൽ ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ കെവിനേട്ടനോടുള്ള അടുപ്പം വെച്ചിട്ട് അത് മറച്ചു വെക്കാനും പറ്റില്ല. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളോട് കാര്യം പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം അത്രയും കുറയും. അതെ, താൻ പറ. കെവിൻ ചേട്ടാ, എന്ത് വന്നാലും വേറെ ആരും അറിയാൻ പാടില്ല. കെവിൻ ചേട്ടൻ അത്ര വിശ്വസിച്ചിട്ടാ ഞാനെല്ലാം പറയാൻ പോകുന്നത്. എന്താ ശരികെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും തീർത്തു തരേണ്ട ആളല്ലേ ഞാൻ. ഞാൻ നിന്നെ പ്രശ്നത്തിലാക്കോ? കെവിൻ ചേട്ടന് ഒരു അരുന്ധതി മാഡത്തിനെ അറിയാവോ? AR ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഓണർ. അറിയാം. അറിയാമെന്നേ ഉള്ളോ അതോ അടുത്തറിയാമോ? അറിയാം, കേട്ടിട്ടുണ്ട്. ആ അരുന്ധതി മാഡത്തിന്റെ മകൻ ഋഷിയെ കാണാതായതിന്റെ അന്വേഷണം നടക്കല്ലേ? ആണോ? എനിക്കറിയില്ല. അതെ, MLA എന്ന നിലയിൽ ചേച്ചിയെ ഉൾപ്പെടെ വിളിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അരുന്ധതി മാഡം.
ഒരു ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. ആ അത് ശരി. അല്ല ഇപ്പൊ എന്താ പ്രശ്നം? ആ ഋഷിയെ ഇനി ആർക്കും കാണാൻ പറ്റില്ല കെവിനേട്ടാ. ഋഷി മരിച്ചു. മരിച്ചതല്ല, ഋഷിയെ കൊന്നതാ. കൊന്നു കുഴിച്ചു മൂടി. കെവിനേട്ടാ, ഇതെന്തൊക്കെയാ ശരി പറയുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ചെറുക്കനെ കൊന്നു. ഒച്ച വെക്കല്ലേ, ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ അറിയിക്കല്ലേ. ഇനി കൊന്നതാരാണെന്നും കൂടി പറയട്ടെ. ആരാ? കെവിൻ ചേട്ടന്റെ ഫ്രണ്ട് തന്നെയാ, നന്ദേട്ടൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദൻ അങ്ങനെ? സംഗതി സത്യ. ഈ രഹസ്യം എനിക്കും ചേച്ചിക്കും ചന്ദ്രത്തുള്ളവർക്കും മാത്രമേ അറിയൂ. കുറെ കാലം രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ചേച്ചിയായിട്ട് എല്ലാം വിളിച്ചു പറഞ്ഞു. കെവിനേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, നന്ദൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അതൊക്കെ ചെയ്യും, മനുഷ്യന്റെ കാര്യല്ലേ. ഞാനിപ്പോ ഇത് കെവിൻ ചേട്ടനോട് പറയുന്നത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? ഈ വിഷയത്തില് എനിക്ക് കെവിൻ ചേട്ടന്റെ സഹായം വേണം. എന്ത് സഹായം? നന്ദേട്ടൻ പറയുന്നത് നന്ദേട്ടൻ ഒറ്റയ്ക്കാണ് ഋഷിയെ കൊന്നതെന്നും കുഴിച്ചിട്ടെന്നും നോക്കിയാ. പക്ഷേ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൊല്ലപ്പെട്ടത് നന്ദേട്ടന്റെ കൈയുണ്ടാവും, പക്ഷെ കുഴിച്ചിട്ടതിനും മറ്റും ഉറപ്പായും ഒരാളുടെയും കൂടെ സഹായം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും ഒറ്റയ്ക്കൊരാൾ ചെയ്തു എന്ന് പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ചിലപ്പോ ഇങ്ങനെ ഒരു കൊലയ്ക്ക് പിന്നിൽ ഒരു സംഘം തന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? കെവിൻ ചേട്ടൻ എന്തു തോന്നുന്നു? അതെ. ഞാനിപ്പോ കെവിൻ ചേട്ടനോട് ആവശ്യപ്പെടുന്ന സഹായം എന്താന്ന് വെച്ചാ, ഋഷിയുടെ കൊലപാതകത്തിൽ നന്ദേട്ടനെ സഹായിച്ച ആളെ കെവിൻ ചേട്ടൻ കണ്ടുപിടിച്ചു തരണം. കെവിൻ ചേട്ടന്റെ അടുത്ത ഫ്രണ്ടല്ലേ നന്ദേട്ടൻ? കെവിൻ ചേട്ടൻ വിചാരിച്ചാ ഞാൻ പറഞ്ഞ കാര്യം അറിയാൻ പറ്റും. നന്ദേട്ടന്റെ കൂട്ടാളി ആരാണെന്നുള്ളത് നന്ദേട്ടനിൽ നിന്നും തന്ത്രപരമായി ചൂഴ്ന്നെടുക്കണം. എന്താ കെവിൻ ചേട്ടാ, പറ്റില്ലേ? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, കെവിൻ ചേട്ടൻ എന്താ ഒരു ടെൻഷൻ? ഏയ് അല്ല, ഇത് കേട്ടപ്പോൾ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു തരാം. നന്ദൻ്റെ കൂടെ സഹായിയായി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു തരാം. എങ്കിൽ നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കെവിൻ ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇത്. ഞാനത് കണ്ടുപിടിക്കും ശാരികേ. നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. ഉറപ്പ്? ഉറപ്പ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിനക്ക് അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, കെവിൻ ചേട്ടൻ ചെന്നോളൂ. ശരി. എന്തായാലും ദേവികയെ സമ്മതിച്ചിരിക്കുന്നു. എന്താ മുരളിയേട്ട അങ്ങനെ പറയുന്നേ? അല്ല, ഇന്നത്തെ മീറ്റിംഗ് പെട്ടെന്ന് വന്നതാണല്ലോ. എന്നിട്ടും എത്ര കൃത്യമായിട്ടാ ദേവിക പ്രസംഗിച്ച്. കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. ആണോ? ആ, ദേവികയുടെ എല്ലാ പ്രസംഗവും ആൾക്കാരുടെ കൂടെ നിന്ന് ഞാനും കേൾക്കും, കൈയടിക്കും, സന്തോഷിക്കും. ഇന്നത്തെ പ്രസംഗത്തില് ആ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ടാ ദേവിക പറഞ്ഞത്. താങ്ക് യു മുരളിയേട്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പിന്നെന്താ? ദേവിക്ക് ദേഷ്യം വരരുത്. പ്രസംഗത്തിലെ ആശയം വെച്ചിട്ടാ ചോദിക്കുന്നത്. നന്ദനുമായിട്ടുള്ള പിണക്കവും പരിഭവമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ?
ദേവികയുടെ വിഷമവും വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും. നന്ദനെ ഇസബെല്ലയ്ക്കൊപ്പം കണ്ടതിൻ്റെ ഷോക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. പക്ഷേ ദേവിക നമ്മളറിയാത്ത മറ്റെന്തൊക്കെയോ ഇതിന് പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവരെ ഒരു റിസോർട്ടിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ തമ്മിൽ തെറ്റായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നന്ദൻ മറ്റെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം. പക്ഷേ നന്ദൻ ഒരിക്കലും ദേവികയെ വഞ്ചിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദന് കെവിനോടും ഇസബെല്ലയോടൊക്കെ പെട്ടെന്ന് ഒരടുപ്പം വന്നത് അതിന്റെ പുറകിൽ എന്താണെന്നൊന്ന് അന്വേഷിക്കണം. മുരളിയേട്ടാ, എന്താ ദേവിക? നമുക്ക് മുരളിയേട്ടന്റെ വീട് വരെ ഒന്ന് പോവാം. എന്താ? കാറ് മുരളിയേട്ടന്റെ വീട്ടിലേക്ക് വിടാൻ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. കെവിനെ, നീ ഇരിക്കട, ഞാൻ കോഫി എടുക്കാം. എന്താടാ നിനക്കൊരു ടെൻഷൻ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്തു പറ്റി? ബല, കുരുക്ക് എന്റെ നേർക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം. മനസ്സിലായില്ല. ഋഷിയെ കൊന്നത് നന്ദൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്നും ഇതിൽ ആരൊക്കെ അവനെ സഹായിച്ചിട്ടുണ്ടെന്നും അവന്റെ കുടുംബത്തിനകത്ത് തന്നെ സംശയം വന്നിട്ടുണ്ട്. എന്താ? ഒറ്റയ്ക്ക് നന്ദൻ ഒരാളെ കൊല്ലാൻ പറ്റുമോ? മറ്റാരുടെ സഹായമില്ലാതെ കുഴിച്ചിടാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ആർക്കാ ഇപ്പൊ ഈ സംശയങ്ങളൊക്കെ വന്നേ? അത് പ്രഭാന്റെ ചോദിച്ചോ? അതോ സിദ്ധാർത്ഥനങ്ങളോ? അതോ ദേവിക നീ കണ്ടിരുന്നോ? അവളാണോ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചേ? അത് ഞാൻ ഇവിടെ പറയടാ, ആർക്കാ ഈ സംശയങ്ങളൊക്കെ വന്നേ? അല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാ. അത് വീട്. പൊതുവെ പറഞ്ഞാണെന്നോ? എന്ന് വെച്ചാ കെവിനെ, ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുക ഞാൻ. അതിനിടയ്ക്ക് നീ അങ്ങും തൊടാതെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇതിപ്പോ ആരാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുമെന്ന് സംശയിച്ച് ഞാൻ ചോദിച്ചതാ. കൊലപാതകം നടന്നു ഉറപ്പായ സ്ഥിതിക്ക് അവര് പലതും ചിന്തിച്ചു കൂട്ടുമല്ലോ. നീ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ വല്ല ഈ പറയുന്നേ? എന്ത് പ്രശ്നം വന്നാലും ഒറ്റയ്ക്ക് നേരിടേണ്ടവരല്ലേ നമ്മള്. അത് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നാ മതി. എന്തായാലും നമ്മൾ ജയിക്കുമ്പല്ല. എടാ, ബെല്ലിക്ക് ഫ്രണ്ട്ഷിപ്പും ജീവിതമൊക്കെ ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരോടൊപ്പോ. വിശ്വാസം കെടുത്തുന്ന തരത്തില് ഒരു വാക്ക് പോലും ബെല്ല സഹിക്കില്ല. സ്നേഹം കൊണ്ട് തോറ്റുകൊടുക്കുന്നവളാ ഞാൻ. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു ചതി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വന്ന ആളും തരവൊന്നും ഇല്ല എനിക്ക്. അത് നീ മറക്കണ്ട. ഗൗരി, ദേ ആരാ വന്നിരിക്കണേ നോക്കിയേ. ആ, ദാ വരുന്നമ്മേ.
എത്ര ദിവസമായി മോളെ ഒന്ന് കണ്ടിട്ട്? ഞാൻ കരുതി ഞങ്ങളൊക്കെ മറന്നു. ആന്റി എന്തായി പറയുന്നേ? ഞാൻ നിങ്ങളെയൊക്കെ മറക്കാനോ? നന്നായി. ഗൗരി, ഇന്ന് ദേവിക ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാ. അത് മനസ്സിലാക്കിയാ ഞാൻ ഇങ്ങോട്ട് എത്തിയെന്ന് കൂട്ടിക്കോ. മോളെ കുറിച്ച് പത്രത്തിൽ വരുന്ന വാർത്തകള് ഞങ്ങൾ 2-3 വട്ടം വായിക്കും. അമ്മ തള്ളി മറിക്കാണല്ലോ ഗൗരി. ശാരിക കല്യാണം മുടക്കിയതിന് ആ വീട്ടിലെ എല്ലാരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. ആ പറയേണ്ടതേ ആരോടാണെങ്കിലും ഭാർഗവി പറയും. അത് നിന്നോടായാലും ശരി തന്നെ. MLA ദേവിക ഞങ്ങളുടെ ആളാണെന്ന് പറയാനേ ഞങ്ങൾക്ക് എന്തൊരു ഗമയാണെന്നറിയോ? മോള് കയറിയിരിക്കെ. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? അയ്യോ ആന്റി, ഒന്നും വേണ്ട. എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഇങ്ങോട്ട് കേറിയതാ. പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ പോവാനോ? നടന്നു തന്നെ. നല്ല കാര്യായി. ആദ്യം എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഒന്നും വേണ്ട ആന്റി. അതിനെ കേട്ട് ഇനി ഒരിക്കൽ വരാം. സത്യം പറഞ്ഞ ഇത്തിരി മടിയോടെ ഇങ്ങോട്ട് വന്നത്. മറ്റൊന്നുമല്ല, ശാരികയുടെ കാര്യത്തിൽ എന്നോടൊക്കെ ആന്റിക്ക് ദേഷ്യമായിരിക്കും എന്നറിയാം. ഹാ, ശാരിക ചെയ്തതിന് മോളെന്ത് പഠിച്ചു അല്ലേ ഗൗരി? മോളിങ് വന്നേ. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കപ്പ് ചായ കുടിക്കാതെ ഞാൻ വിടില്ല. വന്നേ ഇങ്ങോട്ട്. വാ വാ ഗൗരി. ആഹാ, ഇവിടെ വന്നിട്ടൊന്നും കുടിക്കാതെ പോയി. നല്ല കാര്യായി. ആ പ്രദീപേ, അതെ MLA കൂടെ ഉണ്ട്. മോളെ, മാധവന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനെല്ലാം ശരിയായി ആന്റി. ഞങ്ങൾക്കും അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, ഞങ്ങളെ കാണുന്നത് ശാരികയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. എവിടുന്ന? കോർപ്പറേഷന്റെയോ? ആ ഞാൻ പറയാം. ശരി ശരി, ഞാൻ വിളിക്കാൻ പറയാം. ശരി. അതൊക്കെ അറിയാം ആന്റി, എനിക്ക് മനസ്സിലാവും. മുരളീട്ടനുമായി ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ദേവിക, പ്രദീപ് വിളിച്ചിരുന്നു കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിക്കാൻ. ആ, ഞാൻ വിളിച്ചോളാം. നിങ്ങളുടെ കാര്യത്തില് എന്താ തീരുമാനം? ദേവികയുടെ നന്ദന്റെ ഈ അവസ്ഥയില് ഞങ്ങക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും 2 വീട്ടിൽ അകന്ന് കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇപ്പോ ഞാനും അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോഴാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. എന്താ മോളെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറ്റാൻ പറ്റില്ലേ? മോള് സ്വന്തം വീട്ടിൽ പോയതിൽ പ്രഭക്കുഞ്ഞിന് നല്ല വിഷമമുണ്ട്. പ്രഭക്കുഞ്ഞിന്റെ വിഷമമൊക്കെ അവിടെ നിൽക്കട്ടെ. ദേവിക, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല. നിങ്ങൾ ഒന്നിക്കണം. ഞങ്ങൾ ഒന്നിക്കുന്നതല്ല ഇപ്പൊ പ്രധാന കാര്യം. അതിലും വലിയൊരു വിഷയത്തിന്റെ നടുവില ഇപ്പൊ ഞങ്ങള്. എന്താ ദേവിക? ഞാൻ മുരളീട്ടനോട് പോലും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. നന്ദു എന്തോ ചതിയിൽ പെട്ടിട്ടുണ്ടെന്നോ, നന്ദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിറകിൽ മറ്റെന്തോ കാരണം ഉണ്ടാവുമെന്നൊക്കെ മുരളീട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ? അത് സത്യമാ. ഇനി ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം തന്നെ ഉണ്ടാവില്ല. മോൾ എന്തൊക്കെയാ ഈ പറയണത്? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്രയൊക്കെ പിണങ്ങിയാലും നന്ദുവിനെ വിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയതാ. നന്ദു എന്നോട് ചെയ്ത തെറ്റുകളൊക്കെ പുറത്താലും ഇനിയൊന്നും ആവർത്തിക്കില്ല എന്ന് വാക്ക് തന്നാലും ഞങ്ങൾക്ക് സ്വപ്നം കണ്ട ജീവിതം കിട്ടില്ല. ചിലപ്പോ അധികം വൈകാതെ ഞങ്ങൾ രണ്ടിടത്താവും.
ഞാൻ എന്റെ വീട്ടിലും നന്ദു ജയിലിലും. ദേവികെ, അതെ മുരളേട്ട, നന്ദു ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുക. മോളെ, നീ എന്തൊക്കെയാ ഈ പറയണത്? സത്യം എന്റെ നന്ദു ഇപ്പൊ ഒരു കൊലപാതകയാ. നന്ദു കൊന്ന ആളിനെ നിങ്ങൾ അറിയും. അരുന്ധതി മാഡത്തിന്റെ മകൻ ഋഷി. ഋഷി